കലാലയങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളതിൻ്റെ ഏറ്റവും സമാപന സെഷനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനായ കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന മേൽവിലാസത്തിനപ്പുറത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമകാലിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ ഗണ്യമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹികമായ ഇടപെടലുകൾക്ക് തുടക്കം കുറിച്ച വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്നുള്ള നിലക്കൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ സമാപന സെഷനിൽ അദ്ദേഹത്തെ ലഭിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനരായ നമ്മുടെ മറ്റു അതിഥികളും ഈ സമാപന സെഷനിൽ അണിനിരക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നത് MSMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രോഫ്കോൺ സമ്മേളനത്തിൻ്റെ സംഘാടകനുമായ ഇർഫാൻ സൊലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 18ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്ന MA ബേബി സർ, ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ ബഹുമാന്യനായ അഷ്റഫ് അബൂബക്കർ സാഹിബ്, MSMൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായ ഹുസൈൻ സലഫി, മറ്റു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃനിരകൾ, ഈ 18ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിന് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടി അടൂർ ഈ പ്രസിദ്ധമായ കൺവെൻഷൻ സെൻറ്ററിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, 18 വർഷമായി കേരളത്തിൻ്റെ കലാലയങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകളുമായി MSMൻ്റെ പ്രോഫ്കോൺ അനുബന്ധ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം എന്നുള്ള നിലക്ക് കേരളത്തിൽ 4.5 പതിറ്റാണ്ട് കാലമായി വിദ്യാർത്ഥികളുടെ വിവിധ തലങ്ങളിലുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് MSM വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 18ാമത് പ്രോഫ്കോണിന് മുന്നോടിയായി തന്നെ കേരളത്തിൻ്റെ പ്രൊഫഷണൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പരിപാടികൾ, ധാരാളം വ്യത്യസ്തമായ പരിപാടികൾ MSM സംഘടിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ടെക്നിക്കൽ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഫാർമസി രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങളും സംഗമങ്ങളും MSM ഇതിന് മുന്നോടിയായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 18ാമത് പ്രോഫ്കോണിൻ്റെ സമാപന സെഷനിൽ സംബന്ധിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും MSMനെ സംബന്ധിച്ചിടത്തോളം ഇത് MSMൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു അവസാനമായിട്ടല്ല, മറിച്ച് ഇവിടെ നിന്നങ്ങോട്ടുള്ള അതിശക്തമായ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ അതിശക്തമായ ഒരു ആരംഭമാണ് ഈ പ്രോഫ്കോണിൻ്റെ സമാപന സെഷൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഞാൻ എൻ്റെ ഈ സംസാരം വളരെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ സംഗമത്തിൽ ഈ പ്രോഫ്കോണിൻ്റെ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ MA ബേബി സർ അവറുകളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അദ്ദേഹത്തെ ധാരാളമായി പരിചയപ്പെടുത്തേണ്ടി വരികയില്ല. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൺസ്ട്രക്റ്റീവ് രീതിയിലുള്ള ഒരു അപ്രോച്ച്മെൻറ്റ് എല്ലാ രീതിയിലും വികസിപ്പിച്ചെടുക്കുന്നതിലും അത് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതിലും
താൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്തും അതിനു മുമ്പാണെങ്കിലും ശരി ചർച്ചകളിൽ പങ്കെടുത്ത് വളരെ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ സമ്പന്നമാക്കുന്നതിൽ പുതിയ മുഖം നൽകുന്നതിൽ ബേബി സർ നൽകിയിട്ടുള്ള വളരെ വലിയ സംഭാവനകൾ ഞങ്ങൾ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. അത്തരം ഒരു വ്യക്തിത്വത്തെ വളരെ ബൃഹത്തായ ഈ സമ്മേളനത്തിൻ്റെ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ വളരെ തിരക്കേറിയ സമയത്തിൽ നിന്നും EMSMൻ്റെ പ്രോഫ് കോണിൻ്റെ സമാപന സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രൗഢമായ ഈ സമ്മേളനത്തിൻ്റെ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള MA ബേബി സർ അവറുകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമാപന സെഷനിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനനായ അഷ്റഫ് അബൂബക്കർ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനനായ MLA ചിറ്റയം ഗോപകുമാർ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ AA ഷുക്കൂർ XMLA അവറുകൾ അദ്ദേഹം ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ പ്രോഫ് കോണിൻ്റെ സമാപന സംസാരം നിർവഹിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ, പ്രഗത്ഭനായ പ്രസംഗകൻ, മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട വിധമില്ലാത്ത വിധം പ്രസിദ്ധനായ ബഹുമാന്യനായ ഹുസൈൻ സലഫി അവറുകളാണ്. കേരളത്തിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് ഇസ്ലാമിനെ അറിയാനും പഠിക്കുവാനും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം മുഖേന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പ്രോഫ് കോണിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സൽഫിയെ വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കൾ, നേതാക്കൾ, പണ്ഡിതന്മാർ എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ ആദരവോടെ സന്തോഷത്തോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിലുമുപരി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നായി ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥിനികൾ 3 ദിവസമായി ധാർമ്മികമായ ചിന്ത രൂപപ്പെടുത്തുന്നതിനും നല്ല ജീവിതം നയിക്കുന്നതിനു വേണ്ടിയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മുന്നോട്ട് പോക്കിനു വേണ്ടിയും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും സഹപ്രവർത്തകരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അബൂബക്കർ സാഹിബിനോട് വളരെ ആദരവോടുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ ഔപചാരികതയ്ക്ക് വേണ്ടി നമ്മൾ സമയം കളയുന്നില്ല. ബഹുമാനായ നമ്മുടെ മുഖ്യാതിഥിയുടെ സംഭാഷണം അത് ശ്രവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി അവർകളെ ഏറ്റവും ആദരവോടുകൂടി അധ്യക്ഷൻ അബൂബക്കർ സാഹിബിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ അഷ്റഫ് അബൂബക്കർ, സമാപന പ്രസംഗം നടത്താനായി സന്നിഹിതനായിട്ടുള്ള ശ്രീ ഹുസൈൻ സലഫി PK അംജദ്, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ചിറ്റയം ഗോപകുമാർ, ശ്രീ ഇർഫാൻ സൊലാഹി, ശ്രീ K സജ്ജാദ്, അഡ്വക്കേറ്റ് K ഹബീബ് റഹ്മാൻ, ഡോക്ടർ നജിമുദ്ദീൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ 18ാമത്
പ്രൊഫഷണൽ വിദ്യാർത്ഥി സംഗമത്തിൽ സംബന്ധിക്കുന്ന മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളുടെ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത കേരള MSMനെ ആദ്യമായി ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗമം സമാപിക്കുന്ന വേളയിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് നമ്മളെല്ലാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമാപന സമ്മേളനം പൂർത്തീകരിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സംഗമത്തിൽ സംബന്ധിച്ച വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരുമായ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇതിൽ സംബന്ധിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ 7-ാം തീയതി അടൂരിനടുത്തുള്ള പറക്കോട് ഈ ഗ്രീൻ വാലി സംഗമസ്ഥലത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും എന്തായിരുന്നുവോ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന വേളയിൽ നമ്മൾ മാറിയിട്ടുണ്ടോ? 7, 8, 9 തീയതികളിൽ 9-ാം തീയതി ഉച്ചവരെ പല പ്രഭാഷണങ്ങൾ കേട്ടു. പലതരം ആശയങ്ങൾ ഇവിടെ വന്ന പലരും നമ്മുടെ മനസ്സിലേക്ക് പകരാൻ ശ്രമിച്ചു. നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന വേളയിലും മറ്റു സന്ദർഭങ്ങളിലും നിങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ടല്ലോ പരസ്പരം. അത്തരം ആശയവിനിമയങ്ങളിലൂടെയും പുതിയ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിലൂടെ ലഭിച്ച ആശയങ്ങൾക്ക് പുറമേ ഇതിൻ്റെ എല്ലാം ഫലമായി നമ്മളിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? ഇവിടെ വന്ന നമ്മളാണോ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ? ഇതാണ് ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കാൻ ഇടയുള്ള ഒരു കാര്യം. കഴിയുമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആ പര്യാലോചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോധത്തെ, നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ, നമ്മുടെ ജീവിത സമീപനങ്ങളെ ഈ 3 ദിവസം ഇവിടെ നടന്ന സംഗമം എത്രമാത്രം സ്വാധീനിച്ചു, നമ്മളെ നമുക്കൊരുമിച്ച് ചേർന്ന് എത്രമാത്രം പുതുക്കി പണിയാൻ കഴിഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതാണ് നടക്കുന്നത്. നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും അച്ഛനും അമ്മയുമായോ വാപ്പയും ഉമ്മയുമായോ പപ്പായും മമ്മിയുമായോ ഒക്കെ സമയം ചെലവിടുമ്പോൾ, സഹോദരങ്ങളുമായി സമയം ചെലവിടുമ്പോൾ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. സ്കൂളിൽ പോയും കോളേജിൽ പോയും പഠിക്കുന്നത് മാത്രമല്ല, പുസ്തകം വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല, പ്രസംഗം കേട്ട് പഠിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഒരുപാട് പഠിക്കുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മളിൽ നിന്നും പഠിക്കുന്നു. നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന ശരികളിൽ നിന്നും താരതമ്യം ചെയ്ത് ചിലത് നമ്മൾ പറഞ്ഞത് ശരിയാണ്, ചിലത് നമ്മൾ ചിന്തിച്ചത് ശരിയാണ്, ചിലത് നമ്മൾ ചെയ്തത് ശരിയാണ്, ചിലത് നമ്മൾ ചെയ്തതാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം എപ്പോഴും സാധാരണ നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ എന്നാൽ പോലും ആലോചിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല, അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ഇതൊരു ആലോചിക്കലാണ്, സംശയിക്കലാണ്, ചോദ്യം ചെയ്യലാണ്. അപ്പം നമുക്ക് ദൃഢമായ പല വിശ്വാസങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ദൃഢമായ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തിട്ടാണ് കൂടുതൽ ശരിയിലേക്ക് എത്തുന്നത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ശാസ്ത്രം പഠിക്കുന്നവരാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, MBA സ്റ്റുഡൻസ് ഉണ്ടാവും, നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ടാവും, വിദ്യാർത്ഥിനികളുണ്ടാവും. ഇതെല്ലാം പഠിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൻ്റെ നേട്ടങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായ സൈദ്ധാന്തിക പഠനം മാത്രമല്ല, പ്രാക്ടിക്കലുണ്ട് അല്ലേ?
പ്രായോഗിക പരീക്ഷയുമുണ്ട്. ഇതിലൂടെല്ലാം നമ്മൾ പലതും മനസ്സിലാക്കുന്നു. ഇത്തരം പഠനങ്ങൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ പഠനം, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വളരെയധികം ആവശ്യമായ പഠനമാണ്. വളരെ വിലപ്പെട്ട പഠനമാണ് നിങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നടത്തുന്നത്. നിങ്ങളിൽ പലരും മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നവരാണ്. ഡോക്ടർമാരും നഴ്സുമാരും. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കയ്യിലാണ് നമ്മുടെ പലരുടെയും ജീവിതം. ഡോക്ടർമാരും നഴ്സുമാർക്കും അസുഖം വരുമ്പം അവരുടെ ജീവൻ മറ്റു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കയ്യിലാണ്. എഞ്ചിനീയർമാരോ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും. ഈ മുറിയിൽ നമ്മൾ ധൈര്യമായിട്ടിരിക്കുന്നത് എന്താ? ഈ മുകളിലിരിക്കുന്നതൊക്കെ താപ്പോട്ട് വന്ന് വീഴാമല്ലോ. ഇല്ല, വീണാൽ നമ്മുടെ പൊടി കാണുമോ? ഇല്ല. നമ്മൾ ധൈര്യമായിരിക്കുന്നത് നല്ല എഞ്ചിനീയർമാർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ശാസ്ത്രീയമായി എല്ലാ നിർമ്മാണ തത്വങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണിത് എന്നുള്ള ഉറപ്പിലാണ്, കെട്ടിടത്തിന് ഉറപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? പാലത്തിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോന്നു. ചില പാലങ്ങൾ വീഴുന്നത് കാണുന്നുണ്ട്. പെരുമണ്ണിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായത് നിങ്ങൾ ചിലർ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ 25ാം വാർഷികമായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 8-ാം തീയതിയാണ്. അതിനെക്കുറിച്ചൊരു പരിപാടി ടെലിവിഷനിൽ കണ്ടു. ആ പരിപാടിയിൽ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. കാരണം എന്താ, പെരുമണ്ണിൽ മറിഞ്ഞ് 105 പേർ മരിച്ച ആ ട്രെയിൻ അപകടത്തിൽ തന്നെ പെട്ടതാണ് എൻ്റെ ഭാര്യയും ഞങ്ങളുടെ മകനും. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയതാണ്. ആ ട്രെയിൻ അപകടം എന്തുകൊണ്ടുണ്ടായി? എവിടെയോ ഒരു എഞ്ചിനീയറിംഗ് പിഴ ഉണ്ടായിട്ടുണ്ട്. അത് പാളത്തിലാണോ ട്രെയിനിലാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും പ്രവർത്തനം, നഴ്സുമാരുടെ പ്രവർത്തനം, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളുടെ ജീവിതത്തെയും സ്ഥാപനത്തിൻ്റെ ഉറപ്പിനെയും ഒക്കെ നിർണ്ണയിക്കുന്ന ഘടകമാണ് എന്ന് മനസ്സിലാക്കി പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇവിടെ നടന്ന ഈ സംഗമത്തിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി സ്വാഗത പ്രസംഗകൻ പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഞാൻ മനസ്സിൽ അടിവരയിട്ടു. എന്താണ്? ധാർമ്മികത, വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മികത. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പല നേട്ടങ്ങളുമുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കുറവ് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ, ധാർമ്മിക തത്വസംഹിതകൾ പകർന്നു കൊടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ചില കുറവുകളും പോരായ്മകളും ഇന്നുണ്ട്. മൂല്യങ്ങളും ധാർമ്മികതയും പകർന്നു കൊടുക്കാൻ വേണ്ട പലതും വിദ്യാഭ്യാസത്തിലുണ്ട്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ചില പുതിയ പ്രവണതകൾ, അതും പണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രവണതകൾ എവിടേക്കെത്തുന്നു? കൂടുതൽ പണം മുടക്കിയാണ് നിങ്ങൾ വിദ്യാഭ്യാസം നേടുന്നതെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന ഒരു അപകടം എന്താ? ആ മകനോ മകൾക്കോ വേണ്ടി പണം മുടക്കിയ രക്ഷിതാക്കൾക്കും പണം മുടക്കി പഠിച്ച മകനും മകൾക്കുമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തോന്നും, ആദ്യം എൻ്റെ ജോലി ഈ പഠിക്കാൻ വേണ്ടി ഞാൻ മുടക്കിയ പണം ഇങ്ങ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് എന്ന് ചിന്തിക്കും, അല്ലേ? സ്വാഭാവികമായി സാധാരണതയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാവുന്നൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയാണ് ധാർമ്മികത ചോർത്തിക്കളയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലുമൊക്കെ പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നവർ നല്ല ബുദ്ധിയുള്ളവരാണ്. എന്നാൽ എയ്ഡഡ് സ്കൂളിലും എയ്ഡഡ് കോളേജിലും അധ്യാപകരായി പ്രവേശനം കിട്ടുന്നവരിൽ കുറച്ചാളുകളെങ്കിലും ഈ എയ്ഡഡ് സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ മാനേജ്മെൻറ്റിനെ, ബാക്കി ഞാൻ പറയണോ? നിങ്ങൾക്ക് മനസ്സിൽ പൂരിപ്പിക്കാമല്ലോ. ഞാനത് പറയുന്നില്ല, എന്നെക്കൊണ്ട് നിങ്ങളത് പറയിക്കരുത്. മറ്റ് വിധത്തിൽ മാനേജ്മെൻറ്റിനെ കണ്ടിട്ട് ജോലി തരപ്പെടുത്തുന്നവരുമുണ്ട്. അങ്ങനെ ചെയ്യാത്ത മാനേജ്മെൻറ്റുകളുണ്ട്, എനിക്കറിയാം. ചെയ്യുന്ന മാനേജ്മെൻറ്റുകളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ മൂല്യങ്ങൾ, ധാർമ്മികത നഷ്ടപ്പെടാനിടയാക്കുന്ന ഒരുപാട് ചുറ്റുപാടുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന ബോധത്തോടുകൂടി വിദ്യാഭ്യാസത്തെ സമീപിക്കേണ്ടതുണ്ട് എന്ന സന്ദേശം ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സംഗമം മുന്നോട്ട് വെക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ
പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊഫഷണലായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്, ഭാഷ പഠിക്കുന്നുണ്ട്, സംസ്കാരം പഠിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണം. പക്ഷേ ആത്യന്തികമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തനിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന നല്ല തൊഴിൽ ചെയ്ത് നല്ല ശമ്പളമെല്ലാം കിട്ടി നല്ല കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനുള്ള പ്രാപ്തി എനിക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടണം എന്ന തരത്തിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നല്ല മനുഷ്യരാകാൻ കഴിയണം. നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസം ഒന്നാമതായി ഉപയോഗപ്പെടേണ്ടത്. അതിനൊപ്പമാണ് പ്രൊഫഷണലായ പരിജ്ഞാനം ഉണ്ടാവണം. തൊഴിലെടുക്കാനുള്ള, എഞ്ചിനീയറാകാനുള്ള, ഡോക്ടറാകാനുള്ള, നഴ്സാകാനൊക്കെയുള്ള പരിശീലനം സമ്പാദിക്കുന്നത് നല്ല വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി മാത്രം കാണേണ്ടതാണ് എന്ന വസ്തുത ഏറ്റവും പ്രധാനമാണ്. ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, മൂല്യബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ സഹായകമായ പ്രഭാഷണങ്ങളും സംവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കാൻ ഈ പ്രോഫ്കോൺ എന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി കോൺഫറൻസിലൂടെ MSMൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടങ്ങി ഇന്ന് 2.5 ദിവസം കൊണ്ട് ഇത് സമാപിക്കുകയാണ്. ഈ സംഗമത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് അതിലുള്ള സന്തോഷം രേഖപ്പെടുന്നതോടൊപ്പം ഇവിടെ വരാനും നിങ്ങൾ ഓരോരുത്തരെയും കാണാനും ഈ സമാപന സമ്മേളനത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകാനും ഇതിൻ്റെ സംഘാടകർ തയ്യാറായതിലുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. ഫറൂഖ് കോളേജിലെല്ലാം അധ്യാപകനായിരുന്ന പ്രസിദ്ധ ഗ്രന്ഥകാരനും ചിന്തകനും സാഹിത്യകാരനും ഒക്കെയായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള എന്നാണ്. നിങ്ങൾ ചിലർ കേട്ടിരിക്കും. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം മാവേലിക്കര നടക്കുകയാണ് ഉച്ച കഴിഞ്ഞാൽ ഉടനെ. അതുകൊണ്ട് ആ സംസ്കാരത്തിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് തുടർന്നുള്ള പ്രഭാഷണങ്ങളെല്ലാം കേട്ടിരിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കണം. ഒരു സംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം നിമിത്തമാണ് ഒരു യോഗത്തിൻ്റെ മര്യാദ പാലിക്കാതെ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചിട്ട് പോകുന്നത്. നിങ്ങളാരും എൻ്റെ ഈ പ്രവൃത്തി മാതൃകയാക്കരുത് എന്ന് വിനയപൂർവ്വം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാൻ അവസരം തന്ന സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. എല്ലാവർക്കും അനുമോദനങ്ങൾ. വളരെ ചുരുങ്ങിയ വാക്കിൽ ഏറ്റവും ഗൗരവമായ ചില സന്ദേശങ്ങളാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ബഹുമാനായ MA ബേബി സർ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് MSS സംസ്ഥാന സമിതിയുടെയും പ്രോഫ്കോണിൻ്റെയും ഒരു ലളിതമായ ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ MA ബേബി അവർകളെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനായ നമ്മുടെ സംഘാടക സമിതി വൈസ് ചെയർമാൻ PK മുഹമ്മദ് ഷെരീഫ് സാഹിബ്. താങ്ക് യു സർ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അബൂബക്കർ സാഹിബ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. Respected guests and dignitaries on and off the days, and my dear brothers and sisters, Alhamdulillah, Alhamdulillah. I would like to express my sincere thanks and deepest gratitude to Almighty Allah who blessed us to make this ProfCon great success. After this, I do convey my thanks and wishes to those who attended here from various institutions of countries and outside countries. Dear brothers and sisters,
let me give a humble advice to you. Set the ultimate goal in all our words and deeds to be achieve the love and rewards of Allah. I am sure that you all suffered a lot to take part in this 3-day program. May Allah bless you with more rewards instead of all this suffering and sacrifice. And I also do pray, may Allah bless you with success in all phases of life, here and hereafter. Alhamdulillah. Alhamdulillah. വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് 2 വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ. അതിന് ആദ്യമായി സർവസ്തുതിയും അല്ലാഹുവിന് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ. മാസങ്ങളായി ഈ പ്രോഫ്കോണിന് വേണ്ടി MSMൻ്റെ സഹോദരങ്ങളെ ഈ MSMൻ്റെ സഹോദരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ വളരെ നന്ദിപൂർവം സ്മരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ പ്രോഫ്കോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ എടുത്ത തീരുമാനം അത് കൃത്യമായി അള്ളാഹുവിൻ്റെ ഇടപെടൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വെറും 2% മാത്രം വരുന്ന മുസ്ലിങ്ങളുള്ള ഈ പ്രദേശത്ത് ഇതുപോലെ സാഹസികമായ ഒരു തീരുമാനമെടുത്തത് കൃത്യമായി അള്ളാഹുവിൻ്റെ ഇടപെടൽ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരുടെ ഈ തീരുമാനത്തെ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി സ്മരിക്കുകയാണ്. ഈ 2% മാത്രം വരുന്ന ഈ നാട്ടിലെ നാനാ മതസ്ഥരുടെ വീടുകളിലും ഓഫീസുകളിലും ഷോപ്പുകളിലും കയറി ഇറങ്ങി നിങ്ങൾ നിർവഹിച്ച സ്ക്വാഡ് പ്രവർത്തനങ്ങളും ദഅവാ പ്രവർത്തനങ്ങളും അത് തീർച്ചയായും സ്മരിക്കേണ്ട സംഭവം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ഒരു എല്ലാ കാര്യങ്ങൾ കൊണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ട ഈ സമയത്ത് യഥാർത്ഥമായ മുസ്ലിം അല്ലെങ്കിൽ യഥാർത്ഥമായ ഖുർആനിൻ്റെയും സുന്നത്തിലെയുള്ള അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ പ്രവർത്തകർ കാണിച്ച ആ മഹനീയമായ പ്രവർത്തനത്തിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് നമ്മുടെ പ്രവർത്തകർക്ക് അതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ സമയം പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മുടെ UAE-യിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് എൻ്റെ സന്തോഷം UAE-യിലുള്ള എല്ലാ ഇസ്ലാഹി പ്രവർത്തകരുടെയും സന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ജനാബ് ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും സശ്രദ്ധം കേൾക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എറണാകുളത്തുനിന്നും നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ട്രെയിനിൽ നിന്നും കിട്ടിയ ഒരു പത്രത്തിൻ്റെ താളുകളാണ് എന്നെ വല്ലാതെ ഒരു ചോദ്യത്തിന് തുടക്കം കുറിച്ചത്. ഇതിൽ കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ കിടിലൻ കണ്ടുപിടുത്തങ്ങൾ,
ഒന്നാമത്തെ ഹെഡിങ്. അതിൻ്റെ ശേഷം നമ്മുടെ കുട്ടികൾ പരിധിക്ക് പുറത്താണ്. അതിൻ്റെ ശേഷം ലഹരിക്കും അശ്ലീല സൈറ്റുകൾക്കും പുതിയ ശീലങ്ങൾക്കും അടിമകളായ നമ്മുടെ കുട്ടികൾ. എല്ലാം കുട്ടികളെ പറ്റിയാണ്. ആദ്യം പറഞ്ഞത് കിടിലൻ കണ്ടുപിടുത്തം, തൊട്ടടുത്ത് പറയുന്നത് അശ്ലീല സൈറ്റുകളെ പറ്റിയും ഒക്കെയാണ്. അതിൻ്റെ താഴത്ത് തന്നെ വേറൊരു ഹെഡിങ് കൂടിയുണ്ട്, തെറ്റിൻ്റെ നെറ്റ്വർക്ക്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഹോംവർക്കാണ് സാധാരണ ഉണ്ടാകാറ്. ഇപ്പോഴും നമ്മുടെ 4th ജനറേഷന് ഹോംവർക്ക് മാറി നെറ്റ്വർക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ കൃത്യമായി നിങ്ങളെന്താണ് എന്ന് തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് മാത്രമേ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് സാധ്യമാവുകയുള്ളൂ. ഇതിൽ പറഞ്ഞ വിഷയങ്ങൾക്ക് എന്താണ് ഇതിനൊരു പരിഹാരം എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആ പരിഹാരം നമ്മുടെ ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇത് കണ്ട് നിങ്ങളുടെ പ്രവർത്തനം കണ്ട് മണിക്കൂറുകളോളം സശ്രദ്ധം ഇവിടെ ഇരുന്ന നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അനിൽ ഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ബഹുമാനായ ഹുസൈൻ സലഫിയുടെ മുഖ്യപ്രഭാഷണമാണ് നടക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പായി MSM എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന അഖില കേരള ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ അവാർഡ് ജേതാവിനുള്ള സമ്മാന വിതരണമാണ് നടക്കുന്നത്. അത് നിർവഹിക്കുന്നത് MSMൻ്റെ മുൻ സംസ്ഥാന ഭാരവാഹിയും ഇപ്പോൾ ISMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാനായ K. സജ്ജാദ് സാഹിബാണ്. അദ്ദേഹത്തെ അവാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയും അത് വിജയിച്ചിട്ടുള്ള 1ാം റാങ്ക് നേടിയിട്ടുള്ള അസ്ലിമയുടെ പ്രതിനിധിയെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികൾ എല്ലാവരും ഇവിടെയുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാ ഔപചാരികതകളും മാറ്റിവെച്ച് നേരിട്ട് ഹുസൈൻ സലഫിയുടെ മുഖ്യപ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. 3 ദിവസവും നമ്മൾ ഇവിടെ നിർവഹിച്ച ഇസ്ലാമികമായ ഒരു സേവനം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം, അതിൻ്റെ ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഏറ്റവും സമാപനമായ ഈ ഘട്ടത്തിൽ നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ഹുസൈൻ സലഫി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.